മേൽക്കൂര ഇടിഞ്ഞു വീഴാൻ സാധ്യതയുള്ളതിനാൽ ഇവിടെ ഇരിക്കരുത് എന്ന മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കേണ്ടി വന്ന ദുരവസ്ഥയ്ക്ക് പിന്നാലെ പാലക്കാട് വനിതാ ശിശു ആശുപത്രിയിൽ അറ്റകുറ്റപ്പണികൾ തുടങ്ങി. അപകടാവസ്ഥയിലായിരുന്ന കെട്ടിട ഭാഗത്തിന്റെ മേൽക്കൂര നവീകരിക്കുന്ന നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ആശുപത്രിയിലെത്തുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും ഉപയോഗിക്കുന്ന ഇരിപ്പിടത്തിന് മുകളിലെ മേൽക്കൂരയുടെ ഭാഗമാണ് ബലക്ഷയം സംഭവിച്ച അപകടാവസ്ഥയിലെത്തിയത്. മേൽക്കൂര തകർന്നു വീഴാൻ സാധ്യതയുണ്ടെന്നതിനാൽ അധികൃതർ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിരുന്നു. ദിനംപ്രതി നൂറുകണക്കിന് ഗർഭിണികളും കുഞ്ഞുങ്ങളും എത്തുന്ന ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ഈ സ്ഥിതി വലിയ ആശങ്കയ്ക്കാണ് ഇടവരുത്തിയത്. അപകട ഭീഷണി ഉയർന്ന സാഹചര്യത്തിലാണ് മേൽക്കൂരയുടെ അറ്റകുറ്റപ്പണി ആരംഭിച്ചത്. എന്നാൽ ആശുപത്രിയുടെ മിക്ക ഭാഗങ്ങളും വിണ്ടുകീറിയും പൊട്ടിപ്പൊളിഞ്ഞും കിടക്കുകയാണെന്നാണ് പൊതുജനങ്ങളുടെ പരാതി. പലപ്പോഴും താൽക്കാലിക അറ്റകുറ്റപ്പണികൾ മാത്രമാണ് നടത്തുന്നതെന്നും സമഗ്ര നവീകരണം അനിവാര്യമാണെന്നും രോഗികളും നാട്ടുകാരും ചൂണ്ടിക്കാട്ടുന്നു. പാലക്കാട് ജില്ലാ പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത നേരത്തെ തന്നെ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഗർഭിണികളും നവജാത ശിശുക്കളും കൂടുതലായി ആശ്രയിക്കുന്ന ആശുപത്രി ആയതിനാൽ സുരക്ഷയും സൗകര്യങ്ങളും ഉറപ്പാക്കണമെന്ന വിവിധ കോണുകളിൽ നിന്നും ആവശ്യമുയരുന്നുണ്ട്. മേൽക്കൂരയുടെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചതോടെ അപകട ഭീഷണി താൽക്കാലികമായി ഒഴിവാകുമെന്ന പ്രതീക്ഷയിലാണ് ആശുപത്രിയിലെത്തുന്നവർ. യുടിവി ന്യൂസ്, പാലക്കാട്.